മായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. പറഞ്ഞു നമ്മൾ സീതയുടെ അമ്മയുടെ അടുത്തേക്കാണ്. സീതയുടെ അമ്മയുടെ അല്ല, സീതയുടെ മുജ്ജന്മം. അതായത് ഞാൻ പറഞ്ഞുതരാം. വൃഷധ്വജന്റെ പൗത്രന്മാരായ ധർമ്മധ്വജനും കുശധ്വജനും മഹാലക്ഷ്മിയെ പൂജിച്ച് പ്രസാദിപ്പിച്ച് അവർക്ക് വേണ്ട വരം വാങ്ങി. ശ്രീ നഷ്ടപ്പെട്ടവർ ലക്ഷ്മിയുടെ വരപ്രസാദം കൊണ്ട് രാജാധികാരത്തെയും സൽപുത്രരെയും ഐശ്വര്യത്തെയും ഒക്കെ സമ്പാദിച്ചു. അതാണ് പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടുമെന്ന് പറയുന്നത്. കുശധ്വജന്റെ പത്നിയായ മാലാവതി ലക്ഷ്മിയുടെ കലാംശമായൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി പ്രസവിച്ച ഉടനെ വേദധ്വനിയാണ് മുഴക്കിയത്. ഇരുന്ന് കരച്ചിലൊന്നല്ല, സൂതിഗൃഹത്തിൽ നിന്ന് തന്നെ വേദം ഉച്ചരിക്കുന്ന ആ കുട്ടി. വേദജ്ഞരോട്ട് വേദവതി എന്ന നാമകരണവും ചെയ്തു. അങ്ങനെ പേരും വിളിച്ചു. വേദം പറയുന്നവരെ പിന്നെ അങ്ങനെയല്ലേ പറയണ്ടത്. ഇള്ളേന്ന് കരയേണ്ടതിന് പകരം വേദാണ് ആ കുട്ടി ഉച്ചരിച്ചത്. നാരായണ ഭക്തിയെ അവൾ നേരെ തപസ്സിന് പോവുകയാണ് ഉണ്ടായത്. വേദവതി പുഷ്കരത്തിലെത്തി ഒരു മന്വന്തരം ഘോര തപസ് അനുഷ്ഠിച്ചു. തപസ്സുകൊണ്ട് ആ പെൺകിടാവ് കൂടുതൽ സുന്ദരിയാവുകയാണ് ഉണ്ടായത്. എല്ലാവരും മെലിഞ്ഞുണങ്ങി അങ്ങനെയല്ല ഉണ്ടാവുന്നത് നാശകോശം. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി സൗന്ദര്യം കൂടിയ കുട്ടിക്ക് എന്ന് പറയണം. അവൾ തപസ് ചെയ്തിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. ശ്രേഷ്ഠനായ ഹരി നിനക്ക് ഭർത്താവായി തീരും. അങ്ങനെ കേട്ടു. അത് കേട്ട് അവൾ സന്തോഷത്തോടുകൂടി ഗന്ധമാദന പർവ്വതത്തിൽ പോയി വീണ്ടും തപസ് ചെയ്തു. എന്നിട്ടും കൊട്ടാരത്തിലേക്ക് പോവുകയല്ല, വീണ്ടും തപസ് ചെയ്തു. ദീർഘകാലം തപസ്സിൽ മുഴുകിയിരിക്കും. ഒരു ദിവസം അതാ എഴുന്നള്ളത്ത് തുടങ്ങി. രാവണൻ തന്റെ മുമ്പിൽ നിൽക്കുന്നതായി അവൾ കണ്ടു. പേടിച്ചുപോയി. അവള് വന്നതാരെന്ന് മനസ്സിലാവാതെ അവൾ അർഘ്യം നൽകി കായികനികൾ കൊടുത്ത് അതിഥി സൽക്കാരം ചെയ്തു. അതാണല്ലോ നമ്മുടെ ഹർഷ സംസ്കാരം എന്ന് പറയുന്നത്. സൽക്കാരമൊക്കെ സ്വീകരിച്ചതിന് ശേഷം അയാൾ അവളോട് ചോദിച്ചു, നീ ആരാണ്? ഇവിടെ ഒറ്റക്ക് താമസിക്കാൻ എന്താണ് കാരണം? പ്രകാരം ഓരോന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ സമയം നീക്കിക്കൊണ്ട് നിന്നു. അത്രയും സമയം ആ കുട്ടീനെ കണ്ടുകൊണ്ടിരിക്കാലോ എന്നുള്ളതായിരുന്നു. അവളുടെ നിറഞ്ഞ യൗവനവും അംഗസൗഷ്ഠവവും കൊണ്ട് രാവണൻ കാമാർത്തനായി അവളെ അടുത്തേക്ക് അണച്ച് പിടിക്കാൻ തുടങ്ങി. അവൾ തന്റെ തപോബലം കൊണ്ട് രാവണന്റെ കൈകൾ സ്തംഭിപ്പിച്ചു. ഒന്ന് മിണ്ടാൻ പോലും ആവാതെ രാവണൻ സ്തംഭം പോലെ നിന്നു. നല്ല കാര്യായിപ്പോയി. അവൾ മനസ്സുകൊണ്ട് പരാശക്തിയെ സ്മരിച്ചു. എന്നിട്ട് പറഞ്ഞു, കാമത്തോടുകൂടി എന്നെ സ്പർശിച്ചത് കാരണം നീയും നിന്റെ ബന്ധുജനങ്ങളും ഞാൻ നിമിത്തം നശിച്ചു പോകട്ടെ. അതായിരുന്നു ശാപം. ഇത്രയും പറഞ്ഞ് വേദവതി തന്റെ ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. രാവണൻ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടും ഓരോന്നാലോചിച്ച് വിഷാദിച്ചും കൊണ്ട് വേദവതിയുടെ ജഡത്തെ ഗംഗയാറിൽ ഉപേക്ഷിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. പിന്നീട് ആ വേദവതിയാണ് ജനകന്റെ പുത്രിയായി സീതയായി ജനിച്ച് രാവണന്റെയും രാക്ഷസനാശത്തിനും കാരണഭൂതയായത്. ആ ഗംഗയിൽ പറക്കിയിട്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ എന്താണെന്നറിയില്ല. പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ സുഹൃതമായി അവൾക്ക് ഭഗവാന്റെ തന്നെ അവതാരമായ ശ്രീരാമചന്ദ്രനെ പതിയായി ലഭിക്കുകയും ചെയ്തില്ലേ. കുറെ കാലം അവർ എല്ലാ സുഖഭോഗങ്ങളോടും കൂടി അയോധ്യയിൽ വാണു. പിന്നീട് പിതാവിന്റെ സത്യം പരിപാലിക്കാനായി സീതാ ലക്ഷ്മണന്മാരുമൊത്ത് വനത്തിലേക്ക് പോയി. സീതയുടെ നിർബന്ധ ബുദ്ധി കാരണം സീതയും കൊണ്ടുപോയി. സീതാദേവി പോയിട്ടില്ലെങ്കിൽ രാവണവധം നടക്കുകയും ചെയ്യില്ല. അത് അവർക്കല്ലേ അറിയൂ, നമുക്കറിയില്ലല്ലോ. അവർ ദക്ഷിണ സമുദ്രതീരത്ത് വസിക്കുമ്പോൾ വന്യദേവൻ ബ്രാഹ്മണ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, രാമ, സീതാപഹരണത്തിനുള്ള സമയമായി കേട്ടോ. ദൈവനിശ്ചയത്തിന്റെ മീതെയായി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഈ സീത എന്റെ അടുത്ത് നിൽക്കട്ടെ, ഛായാസീത നിന്റെ അടുത്ത് നിൽക്കട്ടെ. അഗ്നി പരീക്ഷാ സമയത്ത് ഞാൻ തിരിച്ചു തരാട്ടോ. ഞാൻ വിപ്രനല്ല, ദേവന്മാരുടെ അപേക്ഷ പ്രകാരം വന്നതാണെന്ന് അഗ്നി ഭഗവാൻ പറഞ്ഞു. ഇക്കാര്യം രാമൻ ലക്ഷ്മണനോട് പോലും പറഞ്ഞില്ല. പ്രാണപ്രിയനാണ് ലക്ഷ്മണൻ. എന്നാലും കൂടി ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കും. അതാണ്. ഇവർ രണ്ടുപേരും മാത്രം അറിഞ്ഞു. സീതയുടെ എല്ലാ ഗുണങ്ങളുമുള്ള മായാസീതയെ രാമൻ സ്വീകരിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, ഇത് വളരെ ഗോപ്യമായി വെക്കണേ, പുറത്ത് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് അഗ്നിദേവൻ സീതയോടുകൂടി പോവുകയും ശ്രീരാമൻ മായാസീതയോടൊത്ത് വസിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ പോലും ഇതറിഞ്ഞില്ല. മറ്റുള്ളവർ പിന്നെ എങ്ങനെയാണ് അറിയുക?
ഈ സമയത്ത് മാരീചൻ പൊന്മാനായി വന്ന് സീതയെ മോഹിപ്പിക്കുകയും സീതയുടെ ആഗ്രഹപ്രകാരം മാനനെ പിടിക്കാനായി ശ്രീരാമചന്ദ്രൻ പുറപ്പെടുകയും ചെയ്തു. സീതയെ ലക്ഷ്മണനെ ഏൽപ്പിച്ചാണ് രാമൻ പോയത് കേട്ടോ. രാമന്റെ ബാണമേറ്റ മായാമൃഗം ലക്ഷ്മണ എന്നും പറഞ്ഞ് കരഞ്ഞ് തന്റെ ദേഹം ത്യജിച്ച് ദിവ്യരൂപം കൈക്കൊണ്ട് എന്നാലും ആ പോകുമ്പോൾ ഒരു അബദ്ധം കാണിക്കാണ്ട് പോയിട്ടുണ്ടോ നോക്കിയാൽ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. വൈകുണ്ഠത്തിൽ ദ്വാരപാലകന്മാരുടെ ഭൃത്യനായി മാരീചൻ കഴിഞ്ഞുകൂടി. അവരുടെ ഭൃത്യൻ, അവർക്കും വേണമല്ലോ ഭൃത്യന്മാര്. മായാമൃഗം ലക്ഷ്മണ എന്ന് പറഞ്ഞ് കരഞ്ഞത് കേട്ട സീത ലക്ഷ്മണനെ രാമനെ അന്വേഷിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. മനമില്ലാ മനസ്സോടെ അന്ന് ലക്ഷ്മണൻ രാമനെ തിരഞ്ഞു പോയത്. ഈ അവസരം നോക്കി രാവണൻ എന്ത് ചെയ്തു? സീതയെ അനായാസമായി തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ എത്തിച്ചു. അനായാസമായി എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞൂടാ. ഇതിപ്പോ വേദവതിയുടെ കാര്യം പറഞ്ഞതുപോലെ ഭിക്ഷാം ദേഹി, സന്യാസിയായിട്ട് വന്ന് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറയും, ഭിക്ഷ കൊടുക്കാൻ വേണ്ടി. അപ്പം ലക്ഷ്മണൻ ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും രാമായണത്തിലില്ല, അങ്ങനെ ഇതര പുരാണങ്ങളിൽ പറയുന്നു. അപ്പം ആ ഈ കപടവേഷം ധരിച്ച രാവണന് ആ അഗ്നിയുടെ വര കടക്കാൻ പറ്റില്ല. അപ്പൊ സീതാദേവി അതിന് ഇപ്പുറം നിന്ന് കൊടുക്കും, ഇതിനപ്പുറം പോകാൻ പാടില്ല അടുത്തമ്മേന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ, കുറച്ചുകൂടി ഇങ്ങോട്ട് വാ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം സീതാദേവിനടുത്ത് തേരിലേറ്റി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. തൊടാൻ പാടില്ലാത്തതുകൊണ്ട് ഭൂമിയോടുകൂടി ഭൂമി തുറന്നെടുത്തിട്ട് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. അപ്പം അന്യ സ്ത്രീകളാ ഈ കാമാവശ്യത്തോട് നോക്കി അന്നേരം മരിക്കുന്ന വേദവതിയുടെ ശാപം ഉണ്ടല്ലോ, അത്ര ആളുടെ ശാപാണ് ഈ രാവണന്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഈ മാരീചൻ പോയല്ലോ. അപ്പൊ ലക്ഷ്മണാന്ന് കരഞ്ഞ് പറഞ്ഞത് കേട്ട് സീത ലക്ഷ്മണൻ രാമനെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. ആ സമയത്ത് കൊണ്ടുപോയി എന്ന് പറയണു. തന്നെ തിരഞ്ഞു വന്ന ലക്ഷ്മണനെ കണ്ട് രാമൻ വേഗം ആശ്രമത്തിൽ ലക്ഷ്മണനോടുകൂടി തിരിച്ചെത്തി. ആശ്രമത്തിൽ വന്ന് സീതയെ കാണാതെ രാമൻ വല്ലാത്ത സങ്കടത്തിലായി. രാമനും ലക്ഷ്മണനും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞു നടന്നു. സീതയെ കണ്ടുകിട്ടാഞ്ഞതിനാൽ രാമൻ മൂർച്ഛിച്ചു നിലത്ത് വീണു. മോഹാലസ്യത്തിൽ നിന്നുണർന്ന രാമൻ ലക്ഷ്മണനോടുകൂടി വീണ്ടും സീതയെ തിരഞ്ഞു നടന്നു. ഈ കപട മർത്യ എന്നാ പറയാ, അങ്ങനെ പറയില്ലേ, കപടമാനുഷനായിട്ടില്ല ഇപ്പൊ നടക്കുന്നത് അദ്ദേഹം. ഗോദാവരി തീരത്ത് വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ രാമൻ വാനരന്മാരുടെ സഹായത്തോടെ സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തി. ദശകന്ധരനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു. ഇതിൽ ചുരുക്കി പറയുകയാണ് കേട്ടോ. രാമായണത്തിലെ പോലെ അങ്ങനെ വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതില്. വന്യദേവന്റെ ആജ്ഞപ്രകാരം അഗ്നിപരീക്ഷ ചെയ്ത് സാക്ഷാൽ ജാനകി ദേവിയെ രാമന് തിരിച്ചു നൽകി. അപ്പോൾ മായാസീത ചോദിച്ചു, പ്രഭു ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട് രാമനും അഗ്നിദേവനും പറഞ്ഞു, നീ പുഷ്കരത്തിൽ പോയി തപസ് ചെയ്യുക. ആ തപസ്സിന്റെ ശക്തിയിൽ നീ സ്വർഗലക്ഷ്മിയായി തീരും. അതാണ് ഹനുമാര് പോകുമ്പം ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞില്ലേ. ഉടൻ തന്നെ മായാസീത പുഷ്കരത്തിലേക്ക് പോയി അനവധി കാലം തപസ് ചെയ്ത് സ്വർഗലക്ഷ്മിയായി. പിന്നീട് അവൾ യജ്ഞകുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ദ്രൗപദിയായി. ആ സീതാദേവി മായാസീതയാണ് ദ്രൗപദിയായത്. പിന്നീട് പാണ്ഡവന്മാരുടെ പത്നിയുമായി. ഹൃദയുഗത്തിൽ അവൾ വേദവതിയായിരുന്നു, ത്രേതായുഗത്തിൽ അവൾ സീതയായിരുന്നു, ദ്വാപരയുഗത്തിൽ അവൾ ദ്രൗപദിയായി. ഇപ്രകാരം 3 യുഗങ്ങളിൽ ജീവിച്ചതുകൊണ്ട് അവൾക്ക് ത്രിഹായനി എന്ന പേരും സിദ്ധിച്ചു. അപ്പൊ നാരദര് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, മഹർഷി, ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവാൻ കാരണം എന്താണ്? നാരായണ ഋഷി പറയാൻ തുടങ്ങി. സാക്ഷാൽ സീതയെ രാമൻ പരിഗ്രഹിച്ചുവല്ലോ. ആ സമയത്ത് മായാസീത ചിന്താധീനെ ഞാൻ ഇനി എന്ത് വേണ്ടത് എന്നുള്ള ഭാവത്തിൽ സീതാദേവി രാമന്റെയും അഗ്നിദേവന്റെയും നിർദ്ദേശപ്രകാരം അവൾ ശിവനെ തപസ് ചെയ്തു. അപ്പൊ ശിവനോട് ഭർത്താവിന് എനിക്ക് നൽകിയാലും എന്ന് 5 പ്രാവശ്യം പറഞ്ഞു അത്രേ. അത് രാമായണത്തിൽ ഭംഗിയായി പറയണ്ട. ഭർത്താരം ദേഹീതി ദേഹീതി ഭൂയോ ഭൂയോ 5 തവണ പറഞ്ഞത് കൊണ്ട് ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹാരസികനായ ശിവനും പറഞ്ഞു അത്രേ, ശുഭേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവട്ടെ. നീ 5 പ്രാവശ്യം എന്നോട് ഭർത്താരം ദേഹി എന്ന് പറഞ്ഞത് കൊണ്ട് 5 ഭർത്താക്കന്മാരുണ്ടാവും. അങ്ങനെയാണ് ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായത്. ശ്രീരാമചന്ദ്ര പ്രഭു മൈഥിലിയെ വീണ്ടെടുത്ത് ലങ്കാരാജ്യം വിഭീഷണന് നൽകി സാകേതത്തിലേക്ക് വന്നു. 11,000 വർഷം അയോധ്യ രാജ്യം ഭരിച്ച അയോധ്യാവാസികളെല്ലാം കൂട്ടി വൈകുണ്ഠത്തിലെത്തി. ലക്ഷ്മിയുടെ അംശമായ വേദവതി രമയിൽ ലയിച്ചു. അവളുടെ ജിഹ്വയിൽ
4 വേദങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് വേദവതി എന്ന പേര് വന്നത്. പാപഹരമായി പുണ്യാഖ്യാനം ഞാൻ പറഞ്ഞു തന്നു. ധർമ്മധ്വജന്റെ മകളുടെ കഥ പറഞ്ഞു തരാം. ഇങ്ങനൊരു ഗുണപാഠം കൂടി ഇതിലുണ്ട്. ഓരോരോ കഥയിലും ഓരോരു ഗുണപാഠം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ. പിന്നെ തുളസിയുടെ ജനനാണ് വർണ്ണിക്കുന്നത്. കുശധ്വജ സഹോദരനായ ധർമ്മധ്വജൻ തന്റെ പത്നിയായ മാധവിയോടൊത്ത് ഗന്ധമാദന പർവ്വതത്തിലുള്ള ആരാമത്തിൽ സുഖമായി രമിച്ചു വസിച്ചു. സുഗന്ധവസ്തുക്കളെ കൊണ്ട് അലങ്കൃതമായ ശയ്യയിൽ അവർ സസുഖം രമിച്ച് ആഹ്ലാദിച്ചു. 100 വർഷം കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല. രാജാവ് ബോധപൂർവം രതിക്രീഡയിൽ നിന്ന് വിരമിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പത്നിക്കൊട്ടും വിരക്തി വന്നില്ല എന്ന് പറയുന്നു. അതങ്ങനെയാണല്ലോ, രമിച്ചു വസിപ്പോളും വിരക്തി വരുമെന്നതൊരുത്തൻ നിനക്കേണ്ട ആവർത്തിക്കും ദിനം പ്രതി, അങ്ങനെയാണ് പറയുന്നത്. ആ സുന്ദരി ഗർഭിണിയായി. 100 വർഷം അവൾ ആ ഗർഭം കൊണ്ട് നടന്നു. അത്രയും വർഷം സ്ത്രീയെ ഗർഭം ധരിച്ചതിനാൽ ആ ദേവിയുടെ തേജസ്സും ഏറി വന്നു. ഇന്നിപ്പോ 10 മാസം തന്നെ ഉണ്ട്. അതിന് മുമ്പേ കീറിയിട്ടെടുത്തോ. അപ്പൊ 100 വർഷമല്ലാന്ന് നമ്മളെ പുരാണത്തില്. അതുപോലെ ദിതി 100 വർഷമാണ് ഇരട്ട കുട്ടികളെ ഗർഭം ധരിച്ചത്. എല്ലാ ഗ്രഹങ്ങളും ഉത്തമത്തിൽ നിൽക്കുന്ന സമയത്ത് തുലാമാസത്തിലെ പൗർണമിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന ദിവസം ആ ദേവി പത്മാംശയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ആരെയും മോഹിപ്പിക്കുന്ന ആ സുന്ദരിക്ക് തുളസി എന്ന നാമകരണവും ചെയ്തു. ആ പെൺകുട്ടി എല്ലാവരും തടുത്തിട്ടും അതൊന്നും വകവെക്കാതെ ശ്രീനാരായണനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി ബദരീവനത്തിലേക്ക് തപസ്സിനായി പോയി. അവിടെ ചെന്ന് 1,00,000 വർഷം അത്യുഗ്രമായി തപസ് ചെയ്തു. ഗ്രീഷ്മകാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലായിരുന്നു. പിന്നീട് തണുപ്പ് കാലത്ത് ജലാന്തർഭാഗത്തിലും മഞ്ഞു സമയത്ത് ഈറൻ വസ്ത്രം ഉടുത്തിട്ടും ഫലമൂലങ്ങൾ മാത്രം പൂജിച്ചു. 20,000 വർഷം അങ്ങനെ തപസ് ചെയ്തു കേട്ടോ. പിന്നീട് 30,000 വർഷം വില മാത്രം പൂജിച്ചു. 40,000 വർഷം വായുഭക്ഷണമായും 10,000 വർഷം ഒന്നും ഭക്ഷിക്കാതെ ഒറ്റക്കാലിൽ നിന്നും തപസ് ചെയ്തു. ഈ പെൺകുട്ടി, ഈ തുളസി. അവളുടെ കഠിന തപസ് കണ്ട് ബ്രഹ്മാവ് വരം കൊടുക്കാൻ വേണ്ടി ബദരിയിലെത്തി. ഹംസാരൂഢനായി വന്ന വിധിയെ കണ്ട ആ സാധ്വി ഉടനെ തന്നെ നമസ്കരിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, നിനക്ക് എന്താണ് വരം വേണ്ടത് കുട്ടി? ഹരിഭക്തിയോ ഹരിദാസ്യമോ അമരത്വമോ ഏതായാലും നിന്റെ ഇഷ്ടം പോലെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തുളസീദേവി പറഞ്ഞു കേട്ടോ, പിതാമഹ, എന്റെ ആഗ്രഹം ഞാൻ പറയാം. സർവജ്ഞനായ അങ്ങയോട് എന്റെ ആഗ്രഹം പറയുവാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? പണ്ട് ഗോലോകത്തുണ്ടായിരുന്ന തുളസിയാണ് ഞാൻ. പണ്ട് രാസമണ്ഡലത്തിൽ വെച്ച് കൃഷ്ണാംശയായ രാധ ഒരു ദിവസം ഭഗവാനോടൊത്ത് രമിക്കുന്നത് കണ്ട് എന്നെ ശപിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ മനുഷ്യജന്മം എടുക്കേണ്ടി വന്നത്. അന്ന് ഭഗവാനും പറഞ്ഞു, ശുഭേ, നിന്റെ തപസ്സിനാൽ ഞാൻ തന്നെ നിന്റെ പതിയായി ഭവിക്കുമെന്ന് എന്നോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് ഭഗവാൻ എന്നെ ആശ്വസിപ്പിച്ച് അന്തർധാനം ചെയ്യുകയാണുണ്ടായത്. അന്ന് രാധയെ ഭയപ്പെട്ട ഭൂമിയിൽ വന്നതാണ് ഈ ഞാൻ. പാപം, നാരായണൻ എന്റെ പതിയായി തീരാനുള്ള വരം തരണേ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് അരുളി ചെയ്തു, കൃഷ്ണാംഗജാതയായ ഗോലോകത്തുണ്ടായിരുന്ന സുധാമാവ് രാധയുടെ ശാപത്താൽ അസുരനായി ജനിച്ചിട്ടുണ്ട്. ശംഖചൂടൻ എന്ന പേരായ അവന് ഗോലോകത്തിൽ വെച്ചു തന്നെ നിന്നിൽ പ്രേമമുണ്ടായിരുന്നു. രാധയെ പേടിച്ചവൻ അന്ന് നിന്നെ ആശ്ലേഷിക്കാൻ ഓടി തൊട്ടാൻ പറ്റിയില്ല എന്നർത്ഥം. ദേവാംശമായതുകൊണ്ട് അവനും പൂർവജന്മ സ്മരണയുണ്ട്. ഈ ജന്മത്തിൽ നീ ശംഖചൂടന്റെ പത്നിയായിരിക്കുക. പിന്നീട് സത്വഗുണമൂർത്തിയായ നാരായണന് പതിയായി കിട്ടുകയും ചെയ്യും. ആ നാരായണന്റെ ശാപം കൊണ്ട് കലാംശയായി നീ ഭൂമിയിൽ വിശ്വത്തെ പരിശുദ്ധമാക്കുന്ന തുളസി വൃക്ഷമായി ഭവിക്കുകയും ചെയ്യും. ഭദ്രേ, വിഷ്ണുവിന് നിന്നോട് കൂടുതൽ പ്രേമം ഉണ്ടാവുകയും ചെയ്യും. നീ ഇല്ലാത്ത പൂജ നിരർത്ഥകമാണ്. വൃന്ദാവനത്തിൽ നീ വൃന്ദാവനി എന്ന പേരിൽ പ്രസിദ്ധിയാർജിക്കും. തുളസീതലം കൊണ്ട് ഗോപഗോപിമാർ ഭഗവാനെ പൂജിക്കും. വൃക്ഷങ്ങളുടെ അധിഷ്ഠാന ദേവതയായതുകൊണ്ട് എപ്പോഴും നിനക്ക് കൃഷ്ണനോട് ചേർന്ന് വിഹരിക്കാം. പേടിക്കണ്ട കേട്ടോ. തുളസി പറഞ്ഞു, കായാമ്പു വർണ്ണനായ ദ്വിഭുജനായ കൃഷ്ണനാണ് ചതുർഭുജനായ കൃഷ്ണനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയം. കൃഷ്ണനോടുള്ള രതിയിൽ ഭംഗം വന്നതുകൊണ്ട് എനിക്ക് കൃഷ്ണനോടുള്ള രതി ആശ അവസാനിച്ചിട്ടില്ല പ്രഭു. കൃഷ്ണന്റെ വാക്കുകൾ കേട്ടാണ് ഞാൻ ചതുർഭുജനായ നാരായണനെ ധ്യാനിക്കുന്നത്. കൃഷ്ണനെ പതിയായി കിട്ടാൻ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം. രാധയിൽ നിന്നുള്ള ഭയം തീർത്തു തരികയും വേണം.
ബ്രഹ്മാവ് പറഞ്ഞു, 16 അക്ഷരമുള്ള രാധാമന്ത്രം ഗ്രഹിച്ചു കൊള്ളുക. എന്റെ വരബലത്താൽ അവൾക്ക് നിന്നോട് പ്രിയം കൂടും. കൃഷ്ണ സമാഗമം രാധ അറിയുകയേയില്ല. ഇത്രയും പറഞ്ഞ് രാധയുടെ ഷോഡശാക്ഷര മന്ത്രവും സ്തോത്രവും കവചവും പൂജാക്രമങ്ങളും പുരശ്ചര്യാവിധികളും ചതുർമുഖൻ തുളസിക്ക് പറഞ്ഞു കൊടുത്തു. തുളസി ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തവണ്ണം രാധയെ പൂജിച്ചു. രാധയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധയാവുകയും ചെയ്തു. വിശ്വത്തിൽ ദുർലഭമായ ഭോഗങ്ങൾ അനുഭവിക്കാൻ അവൾക്ക് സാധിക്കുകയും ചെയ്തു. വരം സിദ്ധിച്ച സന്തോഷം കൊണ്ട് തപസ്സു കൊണ്ടുണ്ടായ ക്ലേശങ്ങളൊക്കെ അവൾ മറന്നു. അവൾ തപസ്സിൽ നിന്ന് വിരമിച്ച് ഭോജനവും ചെയ്തു. ഹംസതൂലികാമെത്തയിൽ ശയനവും ചെയ്തു. ഇനി ശംഖചൂടനും തുളസിയും തമ്മിലുള്ള സംവാദമാണ് നമുക്ക് നാളെ നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.